ഇന്ന് നമുക്ക് കുറച്ച് കഥകളിയുടെ വിശേഷങ്ങളായാലോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് കഥകളിയുടെ ഒരുക്കങ്ങൾ കാണാനിടയായി. അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളത് അന്ന് തൊട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഥകളിയിലെ ചുട്ടി ആർട്ടിസ്റ്റായ വിഷ്ണു ആണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ, ചുട്ടിയുടെ വിശേഷങ്ങളും കഥകളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും എല്ലാം പുള്ളിയോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ താങ്കളൊരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുത്തതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയുക. എൻ്റെ പേര് കലാനിലയം വിഷ്ണു. ഞാൻ ചുട്ടി ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ കഥകളി സജീവമായി നിലനിൽക്കുന്നു. ഞാൻ ഉണ്ണായി വരെ സ്മാരക കലാനിലയത്തിലാണ് ചുട്ടി പഠിച്ചതൊക്കെ. അവിടെ 4 വർഷത്തെ കോഴ്സായിരുന്നു. എൻ്റെ ആശാൻ ശ്രീ കലാനിലയം പ്രശാന്താണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 18 വർഷത്തോളമായി കഥകളി സജീവമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പോൾ മാർഗി കഥകളി സ്കൂളിൽ ഇപ്പോൾ ചുട്ടി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് മാർഗിയുടെ പ്രതിമാസ പരിപാടികൾ തുറന്ന് ഇന്ന് ക്രിമീരവധം കഥകളിയാണ്. അപ്പോൾ നമുക്ക് ഈ ചുട്ടി കുത്തുന്നതും ഈ വേഷം എങ്ങനെയാണ് ഒരു അരങ്ങത്തേക്ക് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അണിയറയിലോട്ട് പോവാം. ഇതാണോ ഫസ്റ്റ് സ്റ്റെപ്പ്? അതെ, ചുട്ടി ഏരിയകളൊക്കെ അല്ല, ഈ ചുട്ടി മിക്സ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എന്താണ് അതിൻ്റെ? ഇത് പച്ചരിയാണ്. പച്ചരി നമ്മൾ കല്ലിലിട്ട് അരച്ച് അതിലൊരു 1/3 ഭാഗം ചുണ്ണാമ്പ് ചേർക്കും. എന്നാലും അതിനൊരു പശ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഒരു വെണ്ണ പോലെ നന്നായി അരച്ചെടുക്കണം കല്ലിൽ. അങ്ങനെ അതാണ് ശരിക്കും ഇതിൻ്റെ ബേസ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ചുട്ടി അരയ്ക്കുക എന്നുള്ളത്. ഇത് സ്പിരിറ്റ് ഗമ്മാണ്. ഇത് ഈ മേക്കപ്പിന് ഉപയോഗിക്കുന്ന, ഈ സിനിമ സീരിയലൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഗമ്മാണ്. ഇതാണ് ആദ്യം നമ്മൾ മുഖത്ത് ബേസായിട്ട് ആദ്യം തേക്കുന്നത്. അതിന് പുറമെയാണ് ചുട്ടേരി. അതിൽ അതിനെ പഞ്ഞി വെക്കും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, ചുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് നമ്മൾ ചുട്ടേരി വെച്ച് നൂല് വലിക്കാന്ന് പറയും. അതായത് നമ്മളിങ്ങനെ ചുട്ടേരിയിലെടുത്ത് ഇങ്ങനെ ഒരു വളയം വരയ്ക്കും വേഷക്കാർ. ഒരു ബേസായിട്ടൊരു വളയം വരയ്ക്കും. അതിന് മേലെ നമ്മൾ നൂല് വലിച്ച് അത് കുത്തിപ്പരത്തിയതിന് ശേഷം പേപ്പർ വെട്ടി അതിൻ്റെ ഷേപ്പ് അനുസരിച്ച്, മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ പേപ്പർ വെക്കുക. നമ്മൾ പേപ്പർ വെട്ടി അതിൻ്റെ ഷേപ്പിൽ പേപ്പർ വെട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലോട്ട് വരാനുണ്ടായിരുന്ന പ്രചോദനം? ഇതിനുള്ള പ്രചോദനം, ഞാൻ ചെണ്ട പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ കലാമണ്ഡലം ശിവദാസ് ആശാൻ്റെ കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആശാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്, കഥകളി ചുട്ടിയിലേക്ക് വന്നത്. ശരി, ബാക്കി വിശേഷങ്ങൾ ചെയ്യുമ്പോൾ കാണാം. ഇതാണ് സ്പിരിറ്റ് ഗം അല്ലേ വിഷ്ണു? സ്പിരിറ്റ് ഗം. ഈ കഥകളിയിൽ ചുട്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? കഥകളിയിൽ ഈ ചുട്ടി മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യമാണ്. പിന്നെ പണ്ട് കാലത്ത് ഈ വിളക്കിൻ്റെ ഇതിലായിരുന്നു, അധികം വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പണ്ട് കാലത്ത്. അപ്പോൾ വിളക്കിൻ്റെ ഇതിലായിരുന്നു ഈ പ്രകാശം പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ ഈ മുഖത്ത് വരുന്ന ഭാവവും മുഖത്ത് വരുന്ന അഭിനയ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ലൈറ്റ് പ്രകാശം ഫേസിലേക്ക് തട്ടിയത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തായപ്പോൾ ചുട്ടിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ അരിമാവും, പണ്ട് ഈ സ്പിരിറ്റ് ഗമ്മിന് പകരം വാഴക്കയുടെ പശയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ ആദ്യം അരിച്ചുട്ടിയായിരുന്നു. ഈ പേപ്പർ ഉണ്ടായിരുന്നില്ല, അരി കൊണ്ട് മാത്രം ഇങ്ങനെ പൊക്കി നൂലിട്ട് പൊക്കി ഇത്ര ഷേപ്പായി ഇടും. ഒരു ശരാശരി ഇത്രയും വലിപ്പം ഉണ്ടാവും ചുട്ടിയുടെ മുഖത്തിന്. അതിപ്പോൾ പേപ്പറിലേക്ക് കണ്ടുപിടിച്ചപ്പോൾ കുറച്ചും കൂടി വേഷത്തിനനുസരിച്ച് ചുട്ടിയുടെ വലിപ്പവും കൂടി തുടങ്ങി.
ഇപ്പോൾ സ്പിരിറ്റ് ഗമ്മായിട്ട് ഉപയോഗിക്കുകയാണ്. ആ സ്പിരിറ്റ് ഗമ്മാണ് ഇപ്പോൾ ഉപയോഗിച്ചത്. ഈ സിനിമയ്ക്കും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഗമ്മ അത് ഒന്നുകൂടി പശ ചുട്ടി നിൽക്കാനും കുറച്ചും കൂടി ഉറപ്പിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ പഞ്ഞിയും അതിന് ഉറപ്പിന് വേണ്ടിയിട്ടാണ് പഞ്ഞി ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടത്തെക്കാളും എളുപ്പമായിപ്പോൾ ചെയ്യാനായിട്ട്. പണ്ടത്തേക്കാളും എളുപ്പമല്ല, ഇപ്പോൾ കുറച്ചും കൂടി സൗന്ദര്യം കൂടി ചുട്ടിക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കാരണം കൊണ്ട് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും ചുട്ടിയെ എങ്ങനെയാണെന്ന്. അതിൻ്റെ ഫുള്ള് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വൃത്തി ഇപ്പോൾ ചുട്ടിക്കുന്നുണ്ട്. തുണി എന്തിനാണ് വെച്ചത്? ഇപ്പോൾ തുണി നമ്മൾ അരിമാവ് ഉണങ്ങാനാണ്. ഓക്കെ ഓക്കെ. അതായത് നമ്മളിത് വെള്ളത്തിലാണല്ലോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ ആണ് അത് ഷേപ്പാക്കാനും പിന്നെ അതൊന്ന് ഫ്ലെക്സിബിളായിട്ടൊന്ന് ഉറയ്ക്കാനും പറ്റുള്ളൂ. ഈ നൂലുകൾക്ക് ഇങ്ങനെ പണ്ട് പഞ്ഞില്ലാത്ത കാരണം ഇങ്ങനെ വിടവുകൾ വരും, അതിങ്ങനെ അടർന്നു പോകാനും സാധ്യതയുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം ഈ പഞ്ഞി വന്നതോടുകൂടി അങ്ങനെ അടർന്നു പോലുമില്ല, വിള്ളുകളും വരില്ല. അത് ഇപ്പോൾ കുത്തിയ പോലെ തന്നെ നമ്മളിപ്പോൾ കഥകളി ചുട്ടി ഫിനിഷ് ചെയ്ത പോലെ തന്നെ അത് കഴിയുന്നവരെ അങ്ങനെയാണ് നിൽക്കും. ഇതിപ്പോൾ ഏത് വേഷത്തിലുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ സഹദേവനാണ്. ക്രിമിരോധം കഥയിൽ സഹദേവനാണ്. അത് പച്ചവേഷമാണ്. ഈ സാത്വികമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ പച്ചവേഷത്തിലാണ് ഉൾപ്പെടുന്നത്. എങ്ങനെ എന്ത് വേഷമാണ്? നല്ല സ്വഭാവമുള്ള ഗണങ്ങളിലുള്ള വേഷങ്ങളൊക്കെ പച്ചവേഷമാണ് സ്ഥിരമായിട്ട് കഥകളിയിൽ ഉണ്ടാവാറുള്ളത്. ഏകദേശം ഒരു ചുട്ടി ചെയ്യാനായിട്ട് എത്ര സമയം? ഏകദേശം ഒരു ചുട്ടി തീരാൻ 1 മണിക്കൂർ വേണ്ടി വരും. 1 മണിക്കൂർ വേണം. അത് വേഷങ്ങൾ മാറുന്നതനുസരിച്ച് സമയം കൂടുതലാവും. അതായത് ഒരു പച്ചവേഷം 1 മണിക്കൂറും കത്തിവേഷം 2-2.25 മണിക്കൂർ എടുക്കേണ്ടി. അത് വെച്ചാൽ കത്തിവേഷത്തിൻ്റെ അതാണ് കത്തിവേഷം. ആ കത്തിവേഷത്തിൽ ചുട്ടി മാത്രമല്ല അതിൻ്റെ ബാക്കിയുള്ള മുഖത്തെഴുത്ത് അണിച്ചിൽ എന്നാണ് പറയുക. കത്തിവേഷം ഇവിടെ മൂക്കിൻ്റെ അവിടെ ഭാഗം അണിച്ചിൽ, അതിനൊരു 2-2.25 മണിക്കൂർ എന്തായാലും വരും. പിന്നെ ഇത് സിംഹികയാണ്, അതിനും അണിച്ചിൽ മാത്രമേ വരും, ചുട്ടി വരില്ല, അണിച്ചിലാണ്. മുഖത്തിൻ്റെ ഈ ഭാഗങ്ങൾക്കായിട്ടുള്ള അണിച്ചിലാണ് വരിക. ഈ കരിവേഷം തന്നെ പറയാം. കാട്ടാളൻ അതുപോലെ വരുന്നു. കാട്ടാളിന് ചുട്ടി ഉണ്ടാവും. കാട്ടാളിന് ഇവിടെ തേപ്പിനനുസരിച്ച് ഇവിടെ ചുട്ടി ഉണ്ടാവും. മൂക്കിലൊരു പൂ പോലെ. ഇതൊക്കെ അതും കരിവേഷത്തിൽ തന്നെ പെടാം. അത് പക്ഷേ കറുത്ത താടി വേഷത്തിൽ വരും. താടി വേഷത്തിൽ കറുത്ത താടി എന്ന് പറയാം. ഇത് കരിവേഷമാണ്, പെൺകരിവേഷം. അന്ന് നിശാഗന്ധിയിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചോദിച്ചത്. കാട്ടാളൻ അന്ന് ഒരുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അന്ന് എല്ലാ വേഷങ്ങളും ഉണ്ടായിരുന്നു. സാധാരണ ഡ്രോയിങ് പേപ്പറാണെന്നാണോ പറയുന്നത്? സാധാരണ ഡ്രോയിങ് പേപ്പറാണത്. പണ്ട് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല ചുട്ടിക്ക്. അരിമാവ് വെച്ചിട്ടായിരുന്നു അത് കുത്തിയിരുന്നത്. അന്ന് ഇത്രയും വലിപ്പം വരില്ല. അന്ന് വേഷങ്ങൾക്കും അധികം വലിപ്പം ഉണ്ടായിരുന്നില്ല. ഉടുത്തോട്ടായാലും എല്ലായാലും വലിപ്പം കുറവായിരുന്നു. ഈ ചുട്ടിയൊക്കെ ഇത്രയും ഉണ്ടാവുള്ളൂ. ഈ ഫസ്റ്റ് നമ്മൾ പേപ്പർ വെച്ചേക്കുന്നില്ലേ, അത്രയും ഉണ്ടാവുള്ളൂ ശരിക്ക് ചുട്ടി എന്ന് പറഞ്ഞ സാധനം. അതേ പിൻകാലത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നതോടുകൂടി പേപ്പർ കണ്ടുപിടിച്ചോട് കൂടിയിട്ടാണ് ചുട്ടിക്ക് ഇത്രയും വലിപ്പം വന്നു തുടങ്ങിയത്. പിന്നെ വേഷത്തിനും വലിപ്പം അതിനനുസരിച്ച് കൂടി. കൊടുത്തോട്ടായാലും എല്ലായാലും വലിപ്പം കൂടി വേഷത്തിന്. ചുട്ടി കൂടുതൽ കഥകളിക്ക് വരുന്ന ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഈ വെളിച്ചൊന്നുമില്ലാത്ത സമയത്ത് ഇതിൽ വിളക്കിലായിരുന്നല്ലോ. വിളക്കിങ്ങനെ വലിയ വിളക്കിൽ തിരിയിട്ട് അത്രയും വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക്, അത്രയും ദൂരത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവർ കാണിക്കുന്ന ഭാവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വെളിച്ചം തട്ടുമ്പോൾ ഇത് ഈ വെള്ള ഇതായ കാരണം കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യും മുഖത്തേക്ക്. അതിനാണ് ഈ ചുട്ടി യൂസ് ചെയ്തിരുന്നത്. പണ്ട് ഒരു വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്തൊക്കെ. പിന്നെയാണ് അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക മോഡേണായിട്ട് വന്നത്. ഭംഗിയും കൂടുതലായി. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ചുട്ടി. ചുട്ടി ഒരു പ്രധാന ഘടകം മാറിയിരിക്കുകയാണ് കഥകളിൽ. ശരിക്കും പ്രധാന ഘടകം തന്നെയാണ്, മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്രധാന ഘടകം തന്നെയാണ്. ചുട്ടി ഒരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു വേഷക്കാരനെ തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത മുദ്രയിൽ ശരിയാക്കാം, ചെണ്ടക്കാരന് തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ അടുത്ത കൊട്ടിൽ ശരിയാക്കാം. പക്ഷേ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇരിക്കും. അതിന് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത് ചെയ്യാൻ. ആദ്യമേ തന്നെ ഒരു കോട്ടം വന്നാൽ തന്നെ എടുത്ത് കാണിക്കും.
മൂന്ന് ലെയറായിട്ടാണ് വെക്കുന്നത് അല്ലേ? 3 ലെയറായിട്ട്. പണ്ടൊക്കെ 4 പേപ്പർ വെച്ചായിരുന്നു. ഒരു സൈഡിൽ തന്നെ 4 പേപ്പർ. ആ, അത് ഓരോരുത്തരുടെ ശൈലിയാണ്. ഈ തെക്കോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോട്ടയം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ 4 പേപ്പറുകളാണ് കണ്ടിരുന്നത്. ആ, അതിന് എല്ലാത്തിനും മരിക മുടക്കിയത്. ഇതിന് 2 തരം ചുട്ടിയുണ്ട്. തെക്കൻ ചുട്ടി, വടക്കൻ ചുട്ടി എന്ന് 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഈ തെക്കോട്ട് വരുമ്പോൾ ഈ 3 പേപ്പറിൻ്റെ അരികുണ്ടല്ലോ, അത് മടക്കും ഇതുപോലെ. അത് ഈ 3 പേപ്പർ മടക്കും. വടക്കൻ ചുട്ടിയാണ് ഇങ്ങനെ ലാസ്റ്റ് പേപ്പർ മാത്രം മടക്കി വയ്ക്കുന്ന രീതി വരുന്നത്. തെക്കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ 4 പേപ്പറാണ് മിനിമം ഉണ്ടാവുക. അത് പിന്നെ അത് സമയം കൂടുതൽ, അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ ശൈലിയാണ്. ചുട്ടിക്കാർ ഓരോ ശൈലിയിൽ കൊണ്ടുവരുന്നത്. അതിലങ്ങനെ നിയമമായിട്ടൊന്നുമില്ല. ശരിക്കും പറയാം 3 പേപ്പറാണ് ആദ്യമേ, 3 ലെയറാണ് ആദ്യമേ തന്നെ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. രാക്ഷസിയാണത്. രാക്ഷസി. വേഷം മാറി വരികയാണ് ഈ കഥയിൽ. ഓ, ഈ രാക്ഷസ സ്ത്രീ എന്ന് പറയുന്നത് വേഷം മാറിയിട്ട് ലളിതമായിട്ട് വരും. എന്താ ഷഡ്ജി? ഷഡ്ജി ഇത് ചുട്ടിക്ക് ഉപയോഗിക്കുന്ന പെയിന്റ് ആണോ അതല്ലേ? ചുട്ടിക്ക് ഉപയോഗിക്കുന്നതല്ല, ഇത് ഫാബ്രിക് പെയിന്റ്. അത് ഒന്നുകൂടി എളുപ്പമാണ്. ഇടുക്കോട് മൂടിയ വിടമ തേടും അടികൾ കൊണ്ടില്ല. വിടമ തേടും അടികൾ, വിടമ തേടും അടികൾ, വിടം അതൊന്നും അത് കറക്റ്റ് ഒന്ന് പടം. വേഷം, പാട്ട്, ചെണ്ട, മദ്രം. ശരിക്കും ഒരു കഥകളി നോട്ടീസിൽ അണിയറയുടെ ചുട്ടിക്കാരും പേര് ശരിക്കും കൊടുക്കാറില്ല. ചില സ്ഥലങ്ങളിൽ ചുട്ടിക്കാരി അണിയറക്കാരൊക്കെ 2ാം തരക്കാരായിട്ട് ശരിക്കും കൊടുക്കാറ് ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടി അണിയറ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം. വേഷക്കാർ പൂർണ്ണ രൂപത്തിൽ പോണതും ചുട്ടിക്കാരുടെയും അണിയറക്കാരെയും കഴിവാണ്. ഒരു വേഷം അണിയറയിലേക്ക് ഒരു കഥാപാത്രമായിട്ട് കടത്തി വിടുന്ന ഈ അണിയറക്കാരെയും ചുട്ടിക്കാരെയും കയ്യിൽ. തീർച്ചയായിട്ടും. കാര്യം 5-5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ അതിന് പ്രാധാന്യം കൊടുക്കാറുമില്ല. ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറും കുറവാണ്. അല്ല, അന്ന് നിശാഗന്ധിയിൽ പോയപ്പോൾ ഞാൻ കഥകളിയും കണ്ടു. ദൂരെ നിന്നാണ് അന്ന് എനിക്ക് ഈ അണിയറയിൽ കാണാൻ പറ്റിയത്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അണിയറ ഒരുക്കങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇന്ന് അണിയറയിലെ തന്നെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചത്. കൂടുതൽ ഈ വേഷക്കാരും അരങ്ങത്ത് നിൽക്കണവരെ കൂടുതൽ ആൾക്കാർ പരിചയമുള്ളൂ. നമ്മൾ ഈ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരും അധികം അറിയില്ല. ശ്രമിച്ചിട്ടില്ല ആരും. അങ്ങനെ ഞങ്ങളെ പറ്റിയിട്ട് അങ്ങനെ കൂടുതലങ്ങനെ എഴുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈ അണിയറയിൽ അരങ്ങത്ത് പ്രവർത്തിക്കുന്നവരെ വേണം കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ വേഷം കഴിഞ്ഞിരിക്കുകയാണ്, ഇതിനെക്കുറിച്ചൊന്ന് പറയാതെ. എൻ്റെ പേര് കലാമണ്ഡലം പാർത്ഥസാരഥി. സ്വദേശം വർക്കലയാണ്. കലാമണ്ഡലത്തിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 14 കൊല്ലമായി മാർഗിയിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കഥകളിയിലെ കരിവേഷമാണ്. അതായത് രാക്ഷസി സ്വഭാവമുള്ള കഥാപാത്രം. പ്രധാനമായി 2 കഥകളിലാണ് കരിവേഷം ഈ പ്രധാന വേഷങ്ങളായിട്ടുള്ളത്. ഒന്ന് നരകാസുരവധത്തിലും ഒന്ന് ഈ കൃമിരോധത്തിലും. അത് നരകാസുരവധത്തിൽ നരകാസുരൻ എന്ന രാക്ഷസൻ സ്വർഗ്ഗലോകത്ത് ദേവസുന്ദരിമാരെ പിടിക്കാനായിട്ട് അയക്കുന്ന ഒരു ദൂതിയായിട്ടും, ഇതിനകത്ത് പാണ്ഡവരെ വനവാസകാലത്താണ് ഈ കഥ നടക്കുന്നത്. കൃമിരോധം ഈ പാണ്ഡവർ ഇവർ വസിക്കുന്ന വനപ്രദേശത്തേക്ക് വരികയും ഉള്ള ഭർത്താവായ ശാർദൂലൻ മനുഷ്യമാംസം അന്വേഷിച്ച് പോകുന്ന സമയത്ത് അർജുനനാൽ വധിക്കപ്പെടുന്നു. ഭർത്താവ് പോയിട്ട് ഇതുവരെ എത്താത്തതിൽ അന്വേഷിച്ചിട്ടും ഭർത്താവ് മരണപ്പെട്ട് കിടക്കുകയും അതിൽ സങ്കടപ്പെട്ട് മനുഷ്യന്മാരോട് പകരം വീട്ടാൻ എനിക്ക് കഴിവില്ലാതെ പോയല്ലോ എന്നാൽ അവരെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പാണ്ഡവരുടെ വസിക്കുന്ന ദിക്രയ ജില്ലയും എന്നാൽ ഈ രാക്ഷസി രൂപത്തിൽ ചെന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പാണ്ഡവരെല്ലാം പാഞ്ചാലിയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ സന്ധ്യാവന്തനത്തിന് പോയ സമയമായിരുന്നു. ഞാൻ ഈ രാക്ഷസി വേഷത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പേടിച്ച് ഒച്ച വയ്ക്കും. അപ്പോൾ പോയവരെല്ലാം തിരിച്ചു വരും. അപ്പോൾ ഒരു സുന്ദരി രൂപം ധരിച്ച് ഉള്ള അഭിമത്ത് നിന്ന്
അവളെ അനുനയിപ്പിച്ച് പിടിച്ചുകൊണ്ട് പോരാം, എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠനായ കിർമീറിന് കൊണ്ട് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. മറ്റേ നരകാസുരവത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ദേവസ്ത്രീകളെ പിടിക്കാൻ പോവുകയും അവിടെ നിന്ന് ഇന്ദ്രൻ്റെ പുത്രനായ ജയന്തനെ കണ്ട് അവനിൽ പ്രണയം തോന്നിയിട്ട് അവനെ വശീകരിക്കാൻ പോകുന്നത് അവസാനം അവൻ പ്രണയം നിരസിക്കും. അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ കർണനാസിക ഭുജങ്ങൾ വാളുകൊണ്ട് ഛേദിക്കും. ഇതിൽ ഈ പാഞ്ചാലിയെ സൂത്രത്തിൽ ഓരോന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രലോഭിപ്പിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പാഞ്ചാലി അത് മനസ്സിലാക്കി കരയുകയും സഹദേവൻ പെട്ടെന്ന് ഇത് കേട്ട് വന്ന് ഈ രാക്ഷസിയോട് എതിർത്ത് രാക്ഷസിയെ മൂക്കും മുലയും ഛേദിച്ച് അത് പണ്ടത്തെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു അപമാനിക്കൽ രീതിയായിരുന്നു ഈ ഇതേപോലുള്ള ദുഷ്ടകഥാപാത്രങ്ങളുടെ മൂക്കും മുലയും ഛേദിക്കുക എന്നുള്ളത്. അപ്പോൾ രാമായണത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതായത് ശൂർപ്പണകാംഗത്തിൽ നിന്നാണ് ഈ ഇത്തരം കരിവേഷങ്ങളുടെ ഇത് കഥകളിയിലേക്ക് വന്നത്. കൂടിയാട്ടത്തിൽ നിന്ന് വന്നു. കഥകളിയിൽ തന്നെ ഖരവധത്തിലാണ് ഇതുപോലെ കരിവേഷമുള്ളത്. അപ്പോൾ ഇങ്ങനെ സീതയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ശൂർപ്പണകയെ ലക്ഷ്മണൻ ഇതേപോലെ കർണനാസിക ഭുജങ്ങൾ ഛേദിച്ച് വിടുന്നതാണ്. അപ്പോൾ കഥകളിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പെൺകരി എന്ന് പറയാൻ പറ്റില്ല, കരിവേഷം, പെൺകരി എന്ന് പറയാം. കരിവേഷം എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷെ അതിൽ കാട്ടാള വേഷങ്ങളൊക്കെ വരും. കാട്ടാളൻ പുരുഷവേഷമാണ്. ഇതിനെക്കുറിച്ച് സെയിം മുഖത്തെഴുത്തെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പദങ്ങളിലും ഈ വരുന്ന ഉദ്ദേശത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. നരകാസുരത്തിൽ ഞാൻ പറഞ്ഞ പോലെ ദേവേന്ദ്രൻ്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദേവേന്ദ്രൻ്റെ പുത്രനെ കണ്ട് പ്രണയം തോന്നിയിട്ട് പോകുന്നതും ഇതിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ അവരോട് പകരം ചോദിക്കാനായിട്ട് അവരുടെ ഭാര്യയെ ചതിച്ച് പിടിച്ചുകൊണ്ട് പോരാനായിട്ടുള്ള ശ്രമം, രണ്ട് ഉദ്ദേശത്തോടു കൂടി പോകുന്ന കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരും തന്നെ. ഈ ഇതിനായിട്ട് പോകുന്നത് വേഷം മാറിയാണ് പോകുന്നത്, സുന്ദരി രൂപം ധരിച്ച് ആണ് പോകുന്നത്. അത് ഈ ലളിത എന്നുള്ളതാണ്. അത് സുന്ദരി രൂപം എന്നുള്ളതാണ് ലളിത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലളിതമാരും പ്രധാനപ്പെട്ട കഥകളിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അതായത് ചെയ്യാൻ വകുപ്പുള്ള കഥാപാത്രങ്ങളാണ് ഈ ലളിതമാരെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലളിതമാരാണ്, ഒന്ന് നരകാസുരവധൻ ലളിതയും ഒന്ന് കിർമീരവധൻ ലളിതയും. നല്ല അഭിനയ സാധ്യതയുള്ള ചിട്ടപ്രധാനമായ രണ്ട് കഥാപാത്രങ്ങളാണ്.